ഇന്നത്തെ നമ്മുടെ താരം ഇതാണ് കേട്ടോ. ഈ ഒരു ഒറ്റ കറി മതി കേട്ടോ വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. ഞാൻ സൈഡിൽ ഒരു മീൻ പൊരിച്ചതും പപ്പടവും മമ്പയറുപ്പേരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റ കറി മതി കേട്ടോ വയറ് നിറയെ ചോറുണ്ണാൻ. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ്. വെറും ഒരു 5 മിനിറ്റ് മതി ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ടുള്ള വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തൈരാണ്. ഞാനിവിടെ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വിസ്ക് വെച്ച് വലിയ പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളി വല്ലാണ്ട് ഇല്ലാത്തവർക്ക് ഈ ഒരു കട്ട തൈര് എടുത്താൽ മതി. അത് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ക്രീമി ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഇതിനെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്കൊരു 5 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ. എന്നാൽ സവാളയ്ക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1.5 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവുള്ളാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റ്. ഇത്ര പണിയുള്ളൂ. നമുക്ക് തൈര് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചോറിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.